ഒക്കൽ പഞ്ചായത്ത് സമ്പൂർണ്ണ സോളാർ ഗ്രാമമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം വെള്ളിയാഴ്ച നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഊർജ്ജ സംരക്ഷണവും ഹരിത വികസനവും ലക്ഷ്യമിട്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്തിൽ PM സോളാർ ഘർ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനപങ്കാളിത്ത യോഗം സംഘടിപ്പിച്ചു. അവർ സോളാറിന്റെ ഭാഗമാകുന്നതോടുകൂടി മന്ത്രി കൺസ്യൂമറായി മാറുകയാണ്. സ്വാഭാവികമായി എല്ലാ മാസവും നമുക്ക് ബില്ല് വരും. നമുക്കൊരു സാധാരണ KSBക്ക് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് മാസം ബില്ലെടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു, പരക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും ഒട്ടനവധി പഴി ഞങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ മന്ത്രി എടുത്താലും വൈമന്ത്രി എടുത്താലും കറണ്ട് കാശിന് വ്യത്യാസം വരുന്നില്ല. അതിന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചാൽ ബിൽ കാൽക്കുലേറ്റർ ഉണ്ട് KSBയുടെ. നിങ്ങൾക്ക് ഓരോ യൂണിറ്റും മന്ത്രിയും കൊടുക്കാം, വൈമന്ത്രിയും കൊടുക്കാം. ആ വിഷയമല്ല സംസാരിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ഓരോ മാസം ബില്ലായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ കൺസ്യൂമേഴ്സിന് ഈ നമ്മളിവിടെ പ്രൊസ്യൂമറായി മാറുന്ന ഓരോ കൺസ്യൂമേഴ്സിനും നമുക്ക് ഫീഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം എന്ന് പറയാം. അതായത് നമുക്ക് ഏകദേശം എൻ്റെ അറിവനുസരിച്ച് 5ഓളം കൺസ്യൂമർ നമ്പറുകൾ ഇതിന് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ അതിന് വരുന്ന ചാർജ് വീലിംഗ് ചാർജ് എന്നൊരു ചാർജ് അഡീഷണൽ KSB കൊടുക്കണമെങ്കിൽ പോലും എല്ലാ വീട്ടിലും നമുക്ക് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും സോളാർ വയ്ക്കേണ്ടതില്ല. നമ്മൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൺസ്യൂമേഴ്സിനെ അതിലേക്ക് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഒരു സംവിധാനവും നിലവിലുണ്ട്. അതും കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ പോയപ്പോൾ KSB നേരിട്ട കുറെ ദുരനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേസിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആരെയും പ്രത്യേകിച്ച് സോളാറുമായി ബന്ധപ്പെട്ട ആർക്കും വിഷമം തോന്നരുത്. ഞാൻ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള അവർ പങ്കെടുത്ത ഈ മാസം 14-ാം തീയതി MLAയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് പെരുമാൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട നമുക്കൊരു വൈദ്യുതിയെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് ഒരു യജമാനായി ഒരു വൃത്തിനായി മാറുന്ന ഒരു ഊർജ്ജ സംവിധാനമാണ്. നാം പറയുന്നത് പോലെ തന്നെ കേൾക്കും വൈദ്യുതി. എറണാകുളം ജില്ലയിലെ 8 ഗ്രാമപഞ്ചായത്തുകളാണ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2026 മാർച്ച് മുതൽ ആഗസ്റ്റ് വരെ ഏറ്റവും കൂടുതൽ വീടുകളിൽ സോളാർ സംവിധാനം സ്ഥാപിക്കുന്ന പഞ്ചായത്തിന് സോളാർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ലഭിക്കും. കൂടാതെ ഓരോ വീട്ടിലും സോളാർ പദ്ധതി നടപ്പിലാക്കുമ്പോഴും പഞ്ചായത്തിന് വീടൊന്നിന് 1000 വീതം ലഭിക്കും. ഈ തുക ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാകും. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സിന്ധു ടീച്ചർ നിർവഹിച്ചു. മാർച്ച് തുടങ്ങിയിട്ട് സെപ്റ്റംബർ വരെ 6 മാസക്കാലം എത്രത്തോളം സോളാർ നമ്മുടെ പഞ്ചായത്തിലേക്ക് നമ്മൾ വീടുകളിലേക്ക് എത്തിക്കുന്നുവോ അതിനനുസരിച്ചിട്ട് നമുക്കൊരു എഗ്രിമെന്റാണ് നമ്മൾ ഒരു എന്താ പറയാ ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ തുടക്കം വെച്ചിരിക്കുന്നത്. മത്സരം വിവിധ പഞ്ചായത്തുകളായ 22 പഞ്ചായത്തുകളുടെ മത്സരമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ എല്ലാവരും ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അറിയാം, നമ്മളിപ്പോ ഈ മത്സരത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായി. ആ മീറ്റിംഗിൽ നമുക്ക് പറഞ്ഞപ്പോൾ കുമ്പളങ്ങി പഞ്ചായത്തായിരുന്നു കുറച്ച് കേട്ട് നിന്നിരുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും ഇപ്പൊ നമ്മൾ ലിസ്റ്റ് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം MLA വിളിച്ചെടുത്തൊരു മീറ്റിംഗില് നമ്മുടെ സോളാറിന്റെ ചാർജുള്ള സാറിന് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ രാജസ്ഥാനം പങ്കെടുത്തത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അൽസാർ കൊടുത്ത ലിസ്റ്റ് അവരേക്കായും ഇവിടേക്കായും നമ്മളാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരിതേപോലെ മീറ്റിങ്ങുകളെ ശ്രദ്ധിച്ചെടുത്തു. ഇപ്പൊ നാളെ പള്ളുരുത്തി ക്ലിനിക്കുണ്ട്, അവിടെ പള്ളുരുത്തി ഗ്രാമപഞ്ചായത്തിലുണ്ട്, അവരെ വിവിധ ഗ്രാമപഞ്ചായത്തിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KO ജോണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CJ ബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹാന, ജെർസി പീറ്റർ, വാർഡ് അംഗങ്ങളായ ഷിബു TP, ജെസ്സി ദേവസിക്കുട്ടി, സുൽഫിക്കർ EH, അമ്പിളി ജോഷി, ജിയ ജോബി, നിബിത സോണി, രാജേഷ് MK, ഫൗസിയ സുലൈമാൻ, മുഹമ്മദ് ഫാസിൽ, KSEB ഉദ്യോഗസ്ഥൻ അലി, വിവിധ ബാങ്കുകളിലെ ഉദ്യോഗസ്ഥർ, അംഗീകൃത സോളാർ വെണ്ടർമാർ, പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് സോളാർ പദ്ധതി നടപ്പാക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഓൾറെഡി ഗവൺമെന്റ് തലത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ
ഞങ്ങൾ കാർബൺ ന്യൂട്രാലിറ്റി മിഷന് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാർബൺ ഡിവിഷൻ, ആരോഗ്യ സംരക്ഷണം, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സോളാർ വെക്കുന്ന ഏതൊരു വ്യക്തിയും ഇലക്ട്രിസിറ്റി മാത്രമല്ല ഗ്യാസ് സിലിണ്ടറുടെ ഉപയോഗം കുറയ്ക്കുകയോ അത് ഒഴിവാക്കുകയോ ചെയ്യാൻ വേണ്ട തരത്തിലുള്ള പ്രൊജക്ടുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഹൈബ്രിഡ് ഇൻവെർട്ടറിന് ബാറ്ററി മസ്റ്റാണ്. ഇപ്പം നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ഭദ്രതയില്ല എങ്കിൽ നമ്മൾക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ 3 കിലോവാട്ടിന്റെ വെക്കാം, ബാറ്ററി ഇല്ലാതെ. അതിനുശേഷം നമുക്ക് എപ്പം ബാറ്ററിയുടെ ആവശ്യം വരുന്നോ അന്ന് നമുക്ക് ബാറ്ററി വെക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. കാർബൺ ന്യൂട്രാലിറ്റി മിഷൻ ഞങ്ങൾ മാനുഫാക്ചേഴ്സും കൂടാണ്, ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പാനലുണ്ട്, അങ്ങനെ പല കമ്പനികളുടെ OEM ചെയ്യുന്ന കമ്പനി കൂടാണ്. ഒരു നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, 3 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റം 2,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും, ബാറ്ററി അടക്കം. കാർബൺ ന്യൂട്രാലിറ്റി മിഷനിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് 49,000 രൂപയുടെ സബ്സിഡി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് 2,49,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റം വിത്ത് ഹൈബ്രിഡ് വിത്തൗട്ട് ബാറ്ററി 2,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. 2,20,000 രൂപയ്ക്ക് 1 കിലോവാട്ട് അല്ല, 3 കിലോവാട്ട്. 3 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ 2,00,000 ഹൈബ്രിഡ് ആണ്. ഞാൻ പറഞ്ഞ 3 കിലോവാട്ട് പാനല്, 3 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ വിത്തൗട്ട് ബാറ്ററി നിങ്ങൾക്ക് 2,20,000 രൂപയ്ക്ക് ലഭ്യമാണ്. പദ്ധതിയിലൂടെ കൂടുതൽ വീടുകളിൽ സൗരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കൽ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രസിഡന്റ് അറിയിച്ചു. ആ വീട്ടിൽ 5,035 രൂപയാണ് കറന്റ് ചാർജ്. ഇലക്ട്രിസിറ്റി ബോർഡ് 3,550 രൂപ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താണ് അവിടെ വെച്ചിരിക്കുന്ന പവർ അത്രയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താ ഈ 3,500 വെറുതെ ACD സാറേ, ആ 3,550 ACD. അപ്പൊ ഞാൻ ഉടനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ച് ചോദിച്ചു, ഇവരുടെ കറന്റ് ചാർജ് 5,550 ആണ്, പിന്നെ എന്തുകൊണ്ട് 9,500? അപ്പൊ അവർ പറഞ്ഞു അവർക്ക് അനുവദിച്ചേക്കാളും ഒത്തിരി കറന്റ് കൂടുതൽ എടുത്തുകൊണ്ട് 3,380. എല്ലാം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടില് ആ റെസീറ്റ് വരുമ്പോ അതിൽ എഴുതിയിട്ടുണ്ട് ലോഡ്, കണക്ടിങ് ലോഡ് എന്ന ലോഡ്. അത് എത്രയാണെന്ന് പരിശോധിച്ചാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന സോളാറിന്റെ 80% അതിനുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ സാറേ 20 ചെയ്തു ഇവിടെ, അതിൽ 12 ഫീസിബിലിറ്റി ഇല്ലായിരുന്നു. ആദ്യമായിട്ട് ചെയ്ത് 400 വാട്സേ ഉണ്ടായിരുന്നുള്ളൂ. 3 കിലോവാട്ട് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലാലു സാറോട് വന്നു, ഞാൻ തന്നെ അത് വരണേനും എല്ലാ കാര്യങ്ങളും PFCD പാവമില്ലായിരുന്നു, എല്ലാ കാര്യവും. ഞാനൊരു ലൈസൻസ് 79 ലൈസൻസ്, ഗൾഫ് രാജ്യത്ത് 35 കൊല്ലം ഇലക്ട്രിക്കലും ഹോം അപ്ലയൻസ് ചെയ്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം ഒരുപാട് പേർക്ക് ഈ കാര്യത്തെ കുറിച്ച് ഞാൻ ഒരു അവബോധം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സാറി പറഞ്ഞ EFCD വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.